ഇന്ന് നാം പഠിക്കുന്നത് ഒരു പുതിയ വിഷയമാണ്. ശരീരഘടനയും തലച്ചോറിന്റെ പ്രവർത്തനവും എന്നതാണ് വിഷയം. പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Anatomy and how the brain works. ശരീരഘടനയും തലച്ചോറിന്റെ പ്രവർത്തനവും. What is the brain? തലച്ചോറ് എന്താണ്? The brain is a complex organ that controls thought, memory, emotion, touch, motor skills, vision, breathing, temperature, hunger and every process that regulates our body. ചിന്ത, ഓർമ്മ, വികാരം, സ്പർശനം, മോട്ടോർ കഴിവുകൾ, കാഴ്ച, ശ്വസനം, താപനില, വിശപ്പ്, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന എല്ലാ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്ന സങ്കീർണമായ ഒരു അവയവമാണ് മസ്തിഷ്കം. Together, the brain and spinal cord that extends from it make up the central nervous system, or CNS. തലച്ചോറും അതിൽ നിന്ന് നീണ്ടുനിൽക്കുന്ന സുഷുമ്നാ നാഡിയും ചേർന്നാണ് കേന്ദ്ര നാഡീവ്യൂഹം അഥവാ CNS ഉണ്ടാകുന്നത്. What is the brain made of? തലച്ചോറ് എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്? Weighing about 3 pounds in the average adult, the brain is about 60% fat. ശരാശരി മുതിർന്നവരിൽ ഏകദേശം 3 പൗണ്ട് ഭാരമുള്ള തലച്ചോറിൽ ഏകദേശം 60% കൊഴുപ്പാണ്. The remaining 40% is a combination of water, protein, carbohydrates and salts. ബാക്കി 40% വെള്ളം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലവണങ്ങൾ എന്നിവയുടെ സംയോജനമാണ്. The brain itself is not a muscle. It contains blood vessels and nerves, including neurons and glial cells. സംയോജനമാണ്. തലച്ചോറ് ഒരു പേശിയല്ല. അതിൽ ന്യൂറോണുകളും ഗ്ലിയൽ കോശങ്ങളും ഉൾപ്പെടെയുള്ള രക്തക്കുഴലുകളും നാഡികളും അടങ്ങിയിരിക്കുന്നു. What is glial cells? Glial sense, or glioception, refers to the ability of glial cells to sense and respond to various environmental cues, like osmotic, chemical, and mechanical changes in their surroundings. This sensing ability allows glia to listen and communicate with neurons, contributing to the maintenance of homeostasis and the integration of information within the nervous system. ഗ്ലിയൽ കോശങ്ങൾ എന്താണ്? ഗ്ലിയൽ സെൻസ് അല്ലെങ്കിൽ ഗ്ലിയോസെപ്ഷൻ, ഗ്ലിയൽ കോശങ്ങൾക്ക് അവയുടെ ചുറ്റുപാടുകളിലെ ഓസ്മോട്ടിക്, കെമിക്കൽ, മെക്കാനിക്കൽ മാറ്റങ്ങൾ പോലുള്ള വിവിധ പാരിസ്ഥിതിക സൂചനകൾ മനസ്സിലാക്കാനും അവയോട് പ്രതികരിക്കാനുമുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഈ സെൻസിംഗ് കഴിവ് ഗ്ലിയയെ ന്യൂറോണുകളുമായി കേൾക്കാനും ആശയവിനിമയം നടത്താനും അനുവദിക്കുന്നു. ഇത് ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുന്നതിനും നാഡീവ്യവസ്ഥയ്ക്കുള്ളിലെ വിവരങ്ങളുടെ സംയോജനത്തിനും കാരണമാകുന്നു. What is osmotic? Osmotic refers to the process of osmosis, which is the movement of solvent molecules, like water, across a semi-permeable membrane from a region of higher water concentration to a region of lower water concentration. Essentially, it's a way for a solution to equalize its solute and water concentrations across a barrier. ഓസ്മോട്ടിക് എന്താണ്? ഓസ്മോട്ടിക് എന്നത് ഓസ്മോസിസ് പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. ഉയർന്ന ജലസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് നിന്ന് കുറഞ്ഞ ജലസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു സെമിപെർമബിൾ മെംബ്രണിലൂടെ ലായക തന്മാത്രകൾ, വെള്ളം പോലെ സഞ്ചരിക്കുന്നതാണ് ഇത്. അടിസ്ഥാനപരമായി ഒരു ലായനി അതിന്റെ ലായകത്തിന്റെയും ജലത്തിന്റെയും സാന്ദ്രത ഒരു തടസ്സത്തിലൂടെ തുല്യമാക്കുന്നതിനുള്ള ഒരു മാർഗമാണിത്. What is osmosis process? എന്താണ് ഓസ്മോസിസ് പ്രക്രിയ? Osmosis is the process where water moves through a barrier to even out the concentration of solutes on either side. ഇരുവശത്തുമുള്ള ലായകങ്ങളുടെ സാന്ദ്രത തുല്യമാക്കുന്നതിനായി വെള്ളം ഒരു തടസ്സത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. What is homeostasis? എന്താണ് ഹോമിയോസ്റ്റാസിസ്? Homeostasis refers to the body's ability to maintain a stable internal environment despite changes in the external world. This involves regulating various factors like temperature, hydration, and blood sugar to keep the body functioning optimally. ബാഹ്യലോകത്തിലെ മാറ്റങ്ങൾക്കിടയിലും സ്ഥിരയുള്ള ആന്തരിക അന്തരീക്ഷം നിലനിർത്താനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് ഹോമിയോസ്റ്റാസിസ് സൂചിപ്പിക്കുന്നത്. ശരീരം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിന് താപനില, ജലാംശം, രക്തത്തിലെ പഞ്ചസാര തുടങ്ങിയ വിവിധ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. What is the gray matter and white matter? ചാരനിറത്തിലുള്ള ദ്രവ്യവും വെളുത്ത ദ്രവ്യവും എന്താണ്?
Gray and white matter are two different regions of the central nervous system. In the brain, gray matter refers to the darker, outer portion, while white matter describes the lighter, inner section underneath. In the spinal cord, this order is reversed. The white matter is on the outside, and the gray matter sits within. ചാരനിറത്തിലുള്ളതും വെളുത്തതുമായ ദ്രവ്യം കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ രണ്ട് വ്യത്യസ്ത മേഖലകളാണ്. തലച്ചോറിൽ ചാരനിറത്തിലുള്ള ദ്രവ്യം ഇരുണ്ടതും പുറംഭാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം വെളുത്ത ദ്രവ്യം താഴെയുള്ള ഭാരം കുറഞ്ഞതുമായ ആന്തരിക ഭാഗത്തെയാണ് വിവരിക്കുന്നത്. സുഷുമ്നാ നാഡിയിൽ ഈ ക്രമം വിപരീതമാണ്. വെളുത്ത ദ്രവ്യം പുറത്താണ്, ചാരനിറത്തിലുള്ള ദ്രവ്യം ഉള്ളിലാണ്. Gray matter is primarily composed of neuron somas, the round central cell bodies, and white matter is mostly made of axons, the long stems that connects neurons together, wrapped in myelin, a protective coating. The different composition of neuron parts is why the two appear as separate shades on certain scans. ചാരനിറത്തിലുള്ള ദ്രവ്യം പ്രധാനമായും ന്യൂറോൺ സോമകൾ, വൃത്താകൃതിയിലുള്ള കേന്ദ്ര കോശശരീരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെളുത്ത ദ്രവ്യം പ്രധാനമായും ആക്സോണുകൾ, ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നീളമുള്ള കാണ്ഡം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേളിൻ, ഒരു സംരക്ഷണ ആവരണം കൊണ്ട് പൊതിഞ്ഞതാണ് ഇത്. ന്യൂറോൺ ഭാഗങ്ങളുടെ വ്യത്യസ്ത ഘടന കാരണം ചില സ്കാനുകളിൽ ഇവ രണ്ടും വെവ്വേറെ ഷേഡുകളായി കാണപ്പെടുന്നു. Each region serves a different role. Gray matter is primarily responsible for processing and interpreting information, while white matter transmits that information to other parts of the nervous system. ഓരോ മേഖലയും വ്യത്യസ്തമായ പങ്ക് വഹിക്കുന്നു. ചാരനിറത്തിലുള്ള ദ്രവ്യമാണ് പ്രാഥമികമായി വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഉത്തരവാദി. അതേസമയം വെളുത്ത ദ്രവ്യം ആ വിവരങ്ങൾ നാഡീവ്യവസ്ഥയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൈമാറുന്നു. How does the brain work? തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? The brain sends and receives chemical and electrical signals throughout the body. Different signals control different processes, and your brain interprets each. Some make you feel tired, for example, while others make you feel pain. തലച്ചോറ് ശരീരത്തിലുടനീളം വൈദ്യുത സിഗ്നലുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്ത സിഗ്നലുകൾ വ്യത്യസ്ത പ്രക്രിയകളെ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് ഓരോന്നും വ്യാഖ്യാനിക്കുന്നു. ചിലത് നിങ്ങളെ ക്ഷീണിതനാക്കുന്നു. ഉദാഹരണത്തിന്, ചിലർ നിങ്ങളെ വേദനിപ്പിക്കുന്ന സമയത്ത്. Some messages are kept within the brain, while others are relayed through the spine and across the body's vast network of nerves to distant extremities. To do this, the central nervous system relies on billions of neurons, nerve cells. ചില സന്ദേശങ്ങൾ തലച്ചോറിനുള്ളിൽ സൂക്ഷിക്കപ്പെടുന്നു. മറ്റുള്ളവ നട്ടെല്ലിലൂടെയും ശരീരത്തിന്റെ വിശാലമായ നാഡീശൃംഖലയിലൂടെയും വിദൂര അവയവങ്ങളിലേക്ക് കൈമാറപ്പെടുന്നു. ഇത് ചെയ്യുന്നതിന് കേന്ദ്ര നാഡീവ്യൂഹം കോടിക്കണക്കിന് ന്യൂറോണുകളെ, നാഡീകോശങ്ങൾ ആശ്രയിക്കുന്നു. Main parts of the brain and their functions. തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും. At a high level, the brain can be divided into the cerebrum, brainstem and cerebellum. ഉയർന്ന തലത്തിൽ തലച്ചോറിനെ സെറിബ്രം, ബ്രെയിൻസ്റ്റം, സെറിബെല്ലം എന്നിങ്ങനെ വിഭജിക്കാം. Cerebrum. സെറിബ്രം. The cerebrum, front of brain, comprises gray matter, the cerebral cortex, and white matter at its center. The largest part of the brain, the cerebrum initiates and coordinates movement and regulates temperature. Other areas of the cerebrum enable speech, judgment, thinking and reasoning, problem solving, emotions and learning. Other functions relate to vision, hearing, touch and other senses. തലച്ചോറിന്റെ മുൻഭാഗം, സെറിബ്രൽ കോർട്ടെക്സ് എന്ന ചാരനിറത്തിലുള്ള ദ്രവ്യവും അതിന്റെ മധ്യഭാഗത്ത് വെളുത്ത ദ്രവ്യവും അടങ്ങിയിരിക്കുന്നു. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമായ സെറിബ്രം ചലനം ആരംഭിക്കുകയും ഏകോപിപ്പിക്കുകയും താപനില നിയന്ത്രിക്കുകയും ചെയ്യുന്നു. തലച്ചോറിന്റെ മറ്റ് ഭാഗങ്ങൾ സംസാരം, വിധി, ചിന്ത, യുക്തി, പ്രശ്നപരിഹാരം, വികാരങ്ങൾ, പഠനം എന്നിവ പ്രാപ്തമാക്കുന്നു. മറ്റ് പ്രവർത്തനങ്ങൾ കാഴ്ച, കേൾവി, സ്പർശനം, മറ്റ് ഇന്ദ്രിയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Cerebral cortex. സെറിബ്രൽ കോർട്ടെക്സ്.
Cortex is Latin for bark and describes the outer gray matter covering of the cerebrum. The cortex has a large surface area due to its folds and comprises about half of the brain's weight. ലാറ്റിൻ ഭാഷയിൽ പുറംതൊലി എന്നാണ് കോർട്ടെക്സ് എന്നതിന്റെ അർത്ഥം. തലച്ചോറിന്റെ പുറംഭാഗത്തെ ചാരനിറത്തിലുള്ള ദ്രവ്യത്തെയാണ് ഇത് വിവരിക്കുന്നത്. മടക്കുകൾ കാരണം കോർട്ടെക്സിന് ഒരു വലിയ ഉപരിതല വിസ്തീർണമുണ്ട്. തലച്ചോറിന്റെ ഭാരത്തിന്റെ പകുതിയോളം വരും ഇത്. The cerebral cortex is divided into two halves, or hemispheres. It is covered with ridges, gyri, and folds, sulci. The two halves join at a large, deep sulcus, the interhemispheric fissure, aka the medial longitudinal fissure, that runs from the front of the head to the back. The right hemisphere controls the left side of the body, and the left half controls the right side of the body. The two halves communicate with one another through a large, C-shaped structure of white matter and nerve pathways called the corpus callosum. The corpus callosum is in the center of the cerebrum. സെറിബ്രൽ കോർട്ടെക്സിനെ രണ്ട് അർദ്ധഗോളങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇത് വരമ്പുകളും ഗൈറി മടക്കുകളും സൾസി കൊണ്ട് മൂടിയിരിക്കുന്നു. തലയുടെ മുൻവശത്ത് നിന്ന് പിന്നിലേക്ക് നീളുന്ന ഒരു വലിയ ആഴത്തിലുള്ള സൾക്കസിൽ ഇന്റർഹെമിസ്ഫെറിക് ഫിഷർ അല്ലെങ്കിൽ മീഡിയൽ ലോണ്ടിറ്റ്യൂഡിനൽ ഫിഷർ രണ്ട് പകുതികളും ചേരുന്നു. വലത് അർദ്ധഗോളം ശരീരത്തിന്റെ ഇടതുവശത്തെയും ഇടത് പകുതി ശരീരത്തിന്റെ വലതുവശത്തെയും നിയന്ത്രിക്കുന്നു. വെളുത്ത ദ്രവ്യത്തിന്റെയും കോർപ്പസ് കാലോസം എന്നറിയപ്പെടുന്ന നാഡീപാതകളുടെയും ഒരു വലിയ സി ആകൃതിയിലുള്ള ഘടനയിലൂടെ രണ്ട് പകുതികളും പരസ്പരം ആശയവിനിമയം നടത്തുന്നു. കോർപ്പസ് കാലോസം സെറിബ്രത്തിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. Brainstem. ബ്രെയിൻസ്റ്റം. The brainstem, middle of brain, connects the cerebrum with the spinal cord. The brainstem includes the midbrain, the pons and the medulla. തലച്ചോറിന്റെ മധ്യഭാഗം തലച്ചോറിനെ സുഷുമ്നാ നാഡിയുമായി ബന്ധിപ്പിക്കുന്നു. മധ്യമസ്തിഷ്കം, പോൺസ്, മെഡുള്ള എന്നിവ മസ്തിഷ്ക തണ്ടിൽ ഉൾപ്പെടുന്നു. Midbrain. മിഡ് ബ്രെയിൻ. The midbrain, or mesencephalon, is a very complex structure with a range of different neuron clusters, nuclei and colliculi, neural pathways and other structures. These features facilitate various functions, from hearing and movement to calculating responses and environmental changes. The midbrain also contains the substantia nigra, an area affected by Parkinson's disease that is rich in dopamine neurons and part of the basal ganglia, which enables movement and coordination. മിഡ് ബ്രെയിൻ അല്ലെങ്കിൽ മെസെൻസ്ഫലോൺ വളരെ സങ്കീർണമായ ഒരു ഘടനയാണ്. അതിൽ വ്യത്യസ്ത ന്യൂറോൺ ക്ലസ്റ്ററുകൾ, ന്യൂക്ലിയസ്, കോളിക്കുലി, ന്യൂറൽ പാതകൾ, മറ്റ് ഘടനകൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ സവിശേഷതകൾ കേൾവി, ചലനം എന്നിവ മുതൽ പ്രതികരണങ്ങളും പാരിസ്ഥിതിക മാറ്റങ്ങളും കണക്കാക്കുന്നത് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നു. പാർക്കിൻസൺസ് രോഗം ബാധിച്ച ഒരു മേഖലയായ സബ്സ്റ്റാൻഡിയ നിഗ്രിയും മിഡ്ബ്രെയിനിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഡോപാമൈൻ ന്യൂറോണുകളാൽ സമ്പന്നമാണ്, കൂടാതെ ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗവും ചലനവും ഏകോപനവും സാധ്യമാക്കുന്നു. Pons. The pons is the origin for 4 of the 12 cranial nerves, which enable a range of activities such as tear production, chewing, blinking, focusing vision, balance, hearing and facial expression. Named for the Latin word for bridge, the pons is the connection between the midbrain and the medulla. കണ്ണുനീർ ഉത്പാദനം, ചവയ്ക്കൽ, കണ്ണുചിമ്മൽ, കാഴ്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, സന്തുലിതാവസ്ഥ, കേൾവി, മുഖഭാവം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന 12 തലയോട്ടി നാഡികളിൽ 4 ഉത്ഭവം പോൺസാണ്. പാലം എന്നതിനുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് പോൺസ് എന്ന് പേരിട്ടിരിക്കുന്നത്. മധ്യതലച്ചോറും മെഡുള്ളയും തമ്മിലുള്ള ബന്ധമാണ് പോൺസ്. Medulla. മെഡുള്ള. At the bottom of the brainstem, the medulla is where the brain meets the spinal cord. The medulla is essential to survival. Functions of the medulla regulate many bodily activities, including heart rhythm, breathing, blood flow, and oxygen and carbon dioxide levels. The medulla produces reflexive activities such as sneezing, vomiting, coughing and swallowing. തലച്ചോറിന്റെ അടിഭാഗത്ത്
തലച്ചോറും സുഷുമ്നാ നാഡിയും സന്ധിക്കുന്ന സ്ഥലമാണ് മെഡുള്ള. അതിജീവനത്തിന് മെഡുള്ള അത്യാവശ്യമാണ്. ഹൃദയതാളം, ശ്വസനം, രക്തയോട്ടം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് എന്നിവയുൾപ്പെടെ നിരവധി ശാരീരിക പ്രവർത്തനങ്ങളെ മെഡുള്ള നിയന്ത്രിക്കുന്നു. തുമ്മൽ, ഛർദി, ചുമ, വിഴുങ്ങൽ തുടങ്ങിയ റിഫ്ലക്സീവ് പ്രവർത്തനങ്ങൾ മെഡുള്ള ഉൽപ്പാദിപ്പിക്കുന്നു. The spinal cord extends from the bottom of the medulla and through a large opening in the bottom of the skull. Supported by the vertebrae, the spinal cord carries messages to and from the brain and the rest of the body. മെഡുള്ളയുടെ അടിഭാഗത്തു നിന്നും തലയോട്ടിയുടെ അടിഭാഗത്തുള്ള ഒരു വലിയ ദ്വാരത്തിലൂടെയും സുഷുമ്നാ നാഡി നീണ്ടു നിൽക്കുന്നു. കശേരുക്കളുടെ പിന്തുണയോടെ സുഷുമ്നാ നാഡി തലച്ചോറിലേക്കും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും സന്ദേശങ്ങൾ എത്തിക്കുന്നു. Cerebellum. സെറിബെല്ലം. The cerebellum, little brain, is a fist-sized portion of the brain located at the back of the head, below the temporal and occipital lobes and above the brainstem. Like the cerebral cortex, it has two hemispheres. The outer portion contains neurons, and the inner area communicates with the cerebral cortex. Its function is to coordinate voluntary muscle movements and to maintain posture, balance and equilibrium. New studies are exploring the cerebellum's roles in thought, emotions and social behavior, as well as its possible involvement in addiction, autism and schizophrenia. തലയുടെ പിൻഭാഗത്ത് ടെമ്പറൽ, ആക്സിപിറ്റൽ ലോബുകൾക്ക് താഴെയും ബ്രെയിൻസ്റ്റമിന് മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന തലച്ചോറിന്റെ മുഷ്ടി വലിപ്പമുള്ള ഭാഗമാണ് സെറിബെല്ലം, ചെറിയ തലച്ചോറ്. സെറിബ്രൽ കോർട്ടെക്സിനെ പോലെ ഇതിന് 2 അർദ്ധഗോളങ്ങളുണ്ട്. പുറം ഭാഗത്ത് ന്യൂറോണുകൾ അടങ്ങിയിരിക്കുന്നു. ആന്തരിക ഭാഗം സെറിബ്രൽ കോർട്ടെക്സുമായി ആശയവിനിമയം നടത്തുന്നു. സ്വമേധയ ഉള്ള പേശി ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ഭാവം, ബാലൻസ്, സന്തുലിതാവസ്ഥ എന്നിവ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രവർത്തനം. ചിന്ത, വികാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം എന്നിവയിൽ സെറിബെല്ലത്തിന്റെ പങ്കിനെക്കുറിച്ചും ആസക്തി, ഓട്ടിസം, സ്കിസോഫ്രീനിയ എന്നിവയിൽ അതിന്റെ സാധ്യമായ ഇടപെടലുകളെക്കുറിച്ചും പുതിയ പഠനങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. Brain coverings, meninges. മസ്തിഷ്ക കവറുകൾ, മെനിഞ്ചുകൾ. 3 layers of protective covering called meninges surround the brain and the spinal cord. The outermost layer, the dura mater, is thick and tough. It includes 2 layers. The periosteel layer of the dura mater lines the inner dome of the skull, cranium, and the meningeal layer is below that. Spaces between the layers allow for the passage of veins and arteries that supply blood flow to the brain. മെനിഞ്ചുകൾ എന്ന് വിളിക്കപ്പെടുന്ന സംരക്ഷിത കവറിന്റെ 3 പാളികൾ തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും വലയം ചെയ്യുന്നു. The arachnoid mater is a thin, web-like layer of connective tissue that does not contain nerves or blood vessels. Below the arachnoid mater is the cerebrospinal fluid, or CSF. This fluid cushions the entire central nervous system, brain and spinal cord, and continually circulates around these structures to remove impurities. ഞരമ്പുകളോ രക്തക്കുഴലുകളോ അടങ്ങിയിട്ടില്ലാത്ത ബന്ധിത ടിഷ്യുവിന്റെ നേർത്ത, വെബ്-ലൈക്ക് പാളിയാണ് അരാക്നോയിഡ് മെറ്റർ. അരാക്നോയിഡ് മെറ്ററിന് താഴെ സെറിബ്രോസ്പൈനൽ ദ്രാവകം അല്ലെങ്കിൽ CSF ആണ്. ഈ ദ്രാവകം മുഴുവൻ കേന്ദ്ര നാഡീവ്യൂഹത്തെയും തലച്ചോറും സുഷുമ്നാ നാഡിയും കുഷ്യൻ ചെയ്യുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഈ ഘടനകൾക്ക് ചുറ്റും തുടർച്ചയായി പ്രചരിക്കുകയും ചെയ്യുന്നു. The pia mater is a thin membrane that hugs the surface of the brain and follows its contours. The pia mater is rich with veins and arteries. തലച്ചോറിന്റെ ഉപരിതലത്തെ ആലിംഗനം ചെയ്യുകയും അതിന്റെ രൂപരേഖകൾ പിന്തുടരുകയും ചെയ്യുന്ന ഒരു നേർത്ത മെംബ്രനാണ് പിയ മെറ്റർ. പിയ മെറ്റർ സിരകളും ധമനികളും കൊണ്ട് സമ്പന്നമാണ്. Lobes of the brain and what they control. തലച്ചോറിന്റെ ലോബുകളും അവ നിയന്ത്രിക്കുന്നതും. Each brain hemisphere, parts of the cerebrum, has 4 sections, called lobes: frontal, parietal, temporal and occipital. Each lobe controls specific functions. ഓരോ മസ്തിഷ്ക അർദ്ധഗോളത്തിനും സെറിബ്രത്തിന്റെ ഭാഗങ്ങൾ, ലോബുകൾ എന്ന് വിളിക്കപ്പെടുന്ന 4 വിഭാഗങ്ങളുണ്ട്: ഫ്രണ്ടൽ, പാരിറ്റൽ, ടെമ്പറൽ, ആൻസിപിറ്റൽ. ഓരോ ലോബും നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. Frontal lobe.
Frontal lobe. The largest lobe of the brain, located in the front of the head, the frontal lobe is involved in personality characteristics, decision making, and movement. Recognition of smell usually involves parts of the frontal lobe. The frontal lobe contains Broca's area, which is associated with speech ability. തലയുടെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന തലച്ചോറിലെ ഏറ്റവും വലിയ ലോബ്, ഫ്രണ്ടൽ ലോബ് വ്യക്തിത്വ സവിശേഷതകൾ, തീരുമാനമെടുക്കൽ, ചലനം എന്നിവയിൽ ഉൾപ്പെടുന്നു. മണം തിരിച്ചറിയുന്നത് സാധാരണയായി ഫ്രണ്ടൽ ലോബിന്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഫ്രണ്ടൽ ലോബിൽ ബ്രോക്കയുടെ പ്രദേശം അടങ്ങിയിരിക്കുന്നു, അത് സംഭാഷണ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Parietal lobe. പാരിറ്റൽ ലോബ്. The middle part of the brain, the parietal lobe helps a person identify objects and understand spatial relationships, where one's body is compared with objects around the person. The parietal lobe is also involved in interpreting pain and touch in the body. The parietal lobe houses Wernicke's area, which helps the brain understand spoken language. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗം, പാരിറ്റൽ ലോബ്, ഒരു വ്യക്തിയെ വസ്തുക്കളെ തിരിച്ചറിയാനും സ്പേഷ്യൽ ബന്ധങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഇവിടെ ഒരാളുടെ ശരീരത്തെ വ്യക്തിക്ക് ചുറ്റുമുള്ള വസ്തുക്കളുമായി താരതമ്യം ചെയ്യുന്നു. ശരീരത്തിലെ വേദനയും സ്പർശനവും വ്യാഖ്യാനിക്കുന്നതിലും പാരിറ്റൽ ലോബ് ഉൾപ്പെടുന്നു. പാരിറ്റൽ ലോബിൽ വെർണിക്കിന്റെ പ്രദേശമുണ്ട്, ഇത് സംസാര ഭാഷ മനസ്സിലാക്കാൻ തലച്ചോറിനെ സഹായിക്കുന്നു. Occipital lobe. ഓക്സിപിറ്റൽ ലോബ്. The occipital lobe is the back part of the brain that is involved with vision. കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തലച്ചോറിന്റെ പിൻഭാഗമാണ് ആക്സിപിറ്റൽ ലോബ്. Temporal lobe. ടെമ്പറൽ ലോബ്. The sides of the brain, temporal lobes, are involved in short-term memory, speech, musical rhythm, and some degree of smell recognition. തലച്ചോറിന്റെ വശങ്ങളായ ടെമ്പറൽ ലോബുകൾ ഹ്രസ്വകാല മെമ്മറി, സംസാരം, സംഗീത താളം, ഒരു പരിധിവരെ ഗന്ധം തിരിച്ചറിയൽ എന്നിവയിൽ ഉൾപ്പെടുന്നു. Deeper structures within the brain. തലച്ചോറിനുള്ളിലെ ആഴത്തിലുള്ള ഘടനകൾ. Pituitary gland. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. Sometimes called the master gland, the pituitary gland is a pea-sized structure found deep in the brain behind the bridge of the nose. The pituitary gland governs the function of other glands in the body, regulating the flow of hormones from the thyroid, adrenals, ovaries, and testicles. It receives chemical signals from the hypothalamus through its stalk and blood supply. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ചിലപ്പോൾ മാസ്റ്റർ ഗ്രന്ഥി എന്ന് വിളിക്കപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി, മൂക്കിന്റെ പാലത്തിന് പിന്നിൽ തലച്ചോറിന്റെ ആഴത്തിൽ കാണപ്പെടുന്ന ഒരു പൈറുമണിയുടെ വലിപ്പമുള്ള ഘടനയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ശരീരത്തിലെ മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും തൈറോയിഡ്, അഡ്രീനലുകൾ, അണ്ഡാശയങ്ങൾ, വൃഷണങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഹോർമോണുകളുടെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതിന്റെ തണ്ടിലൂടെയും രക്തവിതരണത്തിലൂടെയും ഹൈപ്പോതലാമസിൽ നിന്ന് രാസ സിഗ്നലുകൾ സ്വീകരിക്കുന്നു. Hypothalamus. ഹൈപ്പോതലാമസ്. The hypothalamus is located above the pituitary gland and sends it chemical messages that control its function. It regulates body temperature, synchronizes sleep patterns, controls hunger and thirst, and also plays a role in some aspects of memory and emotion. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസ് അതിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശങ്ങൾ അതിലേക്ക് അയക്കുന്നു. ഇത് ശരീര താപനില നിയന്ത്രിക്കുന്നു, ഉറക്ക രീതികൾ സമന്വയിപ്പിക്കുന്നു, വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്നു, കൂടാതെ ഓർമ്മയുടെയും വികാരത്തിന്റെയും ചില വശങ്ങളിലും ഒരു പങ്കു വഹിക്കുന്നു. Amygdala. അമിഗ്ഡാല. Small, almond-shaped structures. An amygdala is located under each half hemisphere of the brain. Included in the limbic system, the amygdalae regulate emotion and memory and are associated with the brain's reward system, stress, and the fight or flight response when someone perceives a threat. ചെറുതും ബദാം ആകൃതിയിലുള്ളതുമായ ഒരു അമിഗ്ഡാല തലച്ചോറിന്റെ ഓരോ പകുതിയിലും അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ലിംബിക് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അമിഗ്ഡാല വികാരങ്ങളെയും ഓർമ്മയെയും നിയന്ത്രിക്കുകയും തലച്ചോറിന്റെ പ്രതിഫല സംവിധാനം, സമ്മർദ്ദം, ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ
പോരാടുക അല്ലെങ്കിൽ ഓയിട്ടി രക്ഷപ്പെടുക എന്നീ പ്രതികരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Hippocampus. ഹിപ്പോക്യാമ്പസ്. A curved seahorse-shaped organ on the underside of each temporal lobe, the hippocampus is part of a larger structure called the hippocampal formation. It supports memory, learning, navigation and perception of space. It receives information from the cerebral cortex and may play a role in Alzheimer's disease. ഓരോ ടെമ്പറൽ ലോബിന്റെയും അടിഭാഗത്തായി വളഞ്ഞ കടൽക്കുതിരയുടെ ആകൃതിയിലുള്ള ഒരു അവയവമായ ഹിപ്പോകാമ്പസ്, ഹിപ്പോകാമ്പൽ രൂപീകരണം എന്നറിയപ്പെടുന്ന ഒരു വലിയ ഘടനയുടെ ഭാഗമാണ്. ഇത് മെമ്മറി, പഠനം, നാവിഗേഷൻ, സ്ഥലത്തെക്കുറിച്ചുള്ള ധാരണ എന്നിവയെ പിന്തുണയ്ക്കുന്നു. സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്ന ഇത് അൽഷിമേഴ്സ് രോഗത്തിൽ ഒരു പങ്കു വഹിച്ചേക്കാം. Pineal gland. പീനൽ ഗ്രന്ഥി. The pineal gland is located deep in the brain and attached by a stalk to the top of the third ventricle. The pineal gland responds to light and dark and secretes melatonin, which regulates circadian rhythms and the sleep-wake cycle. തലച്ചോറിന്റെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പീനൽ ഗ്രന്ഥി മൂന്നാമത്തെ വെൻട്രിക്കിളിന്റെ മുകൾ ഭാഗത്ത് ഒരു തണ്ട് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. പീനൽ ഗ്രന്ഥി വെളിച്ചത്തോടും ഇരുട്ടിനോടും പ്രതികരിക്കുകയും മെലറ്റോണിൻ സ്രവിക്കുകയും ചെയ്യുന്നു. ഇത് സർക്കാഡിയൻ താളങ്ങളെയും ഉറക്ക ഉണർവ് ചക്രത്തെയും നിയന്ത്രിക്കുന്നു. Ventricles and cerebrospinal fluid. വെൻട്രിക്കിളുകളും സെറിബ്രോസ്പൈനൽ ദ്രാവകവും. Deep in the brain are 4 open areas with passageways between them. They also open into the central spinal canal and the area beneath arachnoid layer of the meninges. തലച്ചോറിന്റെ ആഴത്തിൽ 4 തുറന്ന ഭാഗങ്ങളുണ്ട്, അവക്കിടയിൽ വഴികളുണ്ട്. അവ മധ്യ സുഷുമ്നാ കനാലിലേക്കും മെനിഞ്ചുകളുടെ അരാക്നോയിഡ് പാളിക്ക് താഴെയുള്ള ഭാഗത്തേക്കും തുറക്കുന്നു. The ventricles manufacture cerebrospinal fluid, or CSF, a watery fluid that circulates in and around the ventricles and the spinal cord, and between the meninges. CSF surrounds and cushions the spinal cord and brain, washes out waste and impurities, and delivers nutrients. വെൻട്രിക്കിളുകൾ സെറിബ്രോസ്പൈനൽ ദ്രാവകം അല്ലെങ്കിൽ CSF ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വെൻട്രിക്കിളുകളിലും സുഷുമ്നാ നാഡിയിലും ചുറ്റിലും മെനിഞ്ചുകൾക്കിടയിലും ഒഴുകി നടക്കുന്ന ഒരു ജലീയ ദ്രാവകമാണ്. CSF സുഷുമ്നാ നാഡിയെയും തലച്ചോറിനെയും ചുറ്റിപ്പറ്റി കുഷ്യൻ ചെയ്യുന്നു, മാലിന്യങ്ങളും അഴുക്കുകളും കഴുകിക്കളയുന്നു, പോഷകങ്ങൾ നൽകുന്നു. Blood supply to the brain. തലച്ചോറിലേക്കുള്ള രക്തവിതരണം. 2 sets of blood vessels supply blood and oxygen to the brain, the vertebral arteries and the carotid arteries. തലച്ചോറിലേക്ക് രക്തവും ഓക്സിജനും എത്തിക്കുന്ന 2 സെറ്റ് രക്തക്കുഴലുകൾ, വെർട്ടബ്രൽ ധമനികൾ, കരോട്ടിഡ് ധമനികൾ. The external carotid arteries extend up the sides of your neck, and are where you can feel your pulse when you touch the area with your fingertips. The internal carotid arteries branch into the skull and circulate blood to the front part of the brain. ബാഹ്യ കരോട്ടിഡ് ധമനികൾ നിങ്ങളുടെ കഴുത്തിന്റെ വശങ്ങളിലേക്ക് വ്യാപിക്കുകയും നിങ്ങളുടെ വിരൽത്തുമ്പിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ പൾസ് അനുഭവിക്കാൻ കഴിയുന്നിടത്ത് കൂടിയാണ്. ആന്തരിക കരോട്ടിഡ് ധമനികൾ തലയോട്ടിയിലേക്ക് ശാഖ ചെയ്ത് തലച്ചോറിന് മുൻഭാഗത്തേക്ക് രക്തം വിതരണം ചെയ്യുന്നു. The vertebral arteries follow the spinal column into the skull, where they join together at the brainstem and form the basilar artery, which supplies blood to the rear portions of the brain. നട്ടെല്ലിനെ പിന്തുടർന്ന് വെർട്ടബ്രൽ ധമനികൾ തലയോട്ടിയിലേക്ക് പോകുന്നു. അവിടെ അവ തലച്ചോറിന്റെ തണ്ടിൽ ഒന്നിച്ചുചേർന്ന് ബേസിലാർ ധമനിയെ രൂപപ്പെടുത്തുന്നു. ഇത് തലച്ചോറിന്റെ പിൻഭാഗങ്ങളിലേക്ക് രക്തം വിതരണം ചെയ്യുന്നു. The circle of Willis, a loop of blood vessels near the bottom of the brain that connects major arteries, circulates blood from the front of the brain to the back and helps the arterial systems communicate with one another. പ്രധാന ധമനികളെ ബന്ധിപ്പിക്കുന്ന തലച്ചോറിന്റെ അടിഭാഗത്തുള്ള രക്തക്കുഴലുകളുടെ ഒരു ലൂപ്പായ വില്ലിസ് സർക്കിൾ തലച്ചോറിന്റെ മുൻഭാഗത്ത് നിന്ന് പിന്നിലേക്ക് രക്തം വിതരണം ചെയ്യുകയും ധമനികളുടെ സംവിധാനങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. Cranial nerves. തലയോട്ടിയിലെ ഞരമ്പുകൾ. Inside the cranium, the dome of the skull, there are 12 nerves, called cranial nerves. തലയോട്ടിയുടെ താഴികക്കുടത്തിനുള്ളിൽ, തലയോട്ടിയുടെ താഴികക്കുടം, തലയോട്ടി നാഡികൾ എന്ന് വിളിക്കപ്പെടുന്ന 12 നാഡികളുണ്ട്.
Cranial nerve 1. The first is the olfactory nerve, which allows for your sense of smell. തലയോട്ടിയിലെ നാഡി 1. ആദ്യത്തേത് ഘ്രാണനാഡിയാണ്. ഇത് നിങ്ങളുടെ ഗന്ധം തിരിച്ചറിയാൻ അനുവദിക്കുന്നു. Cranial nerve 2. The optic nerve governs eyesight. തലയോട്ടി നാഡി 2. കാഴ്ചശക്തി നിയന്ത്രിക്കുന്നത് ഒപ്റ്റിക് നാഡിയാണ്. Cranial nerve 3. The oculomotor nerve controls pupil response and other motions of the eye, and branches out from the area in the brainstem where the midbrain meets the pons. തലയോട്ടി നാഡി 3. കണ്ണിന്റെ കൃഷ്ണമണി പ്രതികരണത്തെയും മറ്റ് ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഒക്കുലോമോട്ടർ നാഡിയാണ്. കൂടാതെ മധ്യമസ്തിഷ്കം പോൺസുമായി സന്ധിക്കുന്ന ബ്രെയിൻസ്റ്റം ഭാഗത്ത് നിന്ന് ശാഖകളായി പുറപ്പെടുന്നു. Cranial nerve 4. The trochlear nerve controls muscles in the eye. It emerges from the back of the midbrain part of the brainstem. തലയോട്ടി നാഡി 4. കണ്ണിലെ പേശികളെ നിയന്ത്രിക്കുന്നത് ട്രോക്ലിയർ നാഡിയാണ്. ഇത് തലച്ചോറിന്റെ മധ്യതലച്ചോറിന്റെ പിൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്നു. Cranial nerve 5. The trigeminal nerve is the largest and most complex of the cranial nerves, with both sensory and motor function. It originates from the pons and conveys sensation from the scalp, teeth, jaw, sinuses, parts of the mouth and face to the brain, allows the function of chewing muscles, and much more. തലയോട്ടി നാഡി 5. തലയോട്ടിയിലെ നാഡികളിൽ ഏറ്റവും വലുതും സങ്കീർണവുമായ നാഡിയാണ് ട്രൈജെമിനൽ നാഡി. സെൻസറി, മോട്ടോർ പ്രവർത്തനങ്ങൾ രണ്ടും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് പോൺസിൽ നിന്ന് ഉത്ഭവിച്ച് തലയോട്ടി, പല്ലുകൾ, താടിയെല്ല്, സൈനസുകൾ, വായയുടെയും മുഖത്തിന്റെയും ഭാഗങ്ങൾ എന്നിവയിൽ നിന്ന് തലച്ചോറിലേക്ക് സംവേദനം എത്തിക്കുന്നു, ചവയ്ക്കുന്ന പേശികളുടെ പ്രവർത്തനം അനുവദിക്കുന്നു, കൂടാതെ മറ്റു പലതും. Cranial nerve 6. The abducens nerve innervates some of the muscles in the eye. തലയോട്ടിയിലെ നാഡി 6. വിഷാദമുഖം, ആബ്ഡ്യൂസൻസ്, അപഹരിക്കുന്ന നാഡി കണ്ണിലെ ചില പേശികളെ ഉത്തേജിപ്പിക്കുന്നു. Cranial nerve 7. The facial nerve supports face movement, taste, glandular and other functions. തലയോട്ടി നാഡി 7. മുഖചലനം, രുചി, ഗ്രന്ഥി, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയെ ഫേഷ്യൽ നാഡി പിന്തുണയ്ക്കുന്നു. Cranial nerve 8. The vestibulocochlear nerve facilitates balance and hearing. തലയോട്ടിയിലെ നാഡി 8. വെസ്റ്റിബുലോകോക്ലിയർ നാഡി ബാലൻസ് നിലനിർത്താനും കേൾവിശക്തി നിലനിർത്താനും സഹായിക്കുന്നു. തലയോട്ടി നാഡി 9. ഗ്ലോസോഫാരിഞ്ചിയൽ നാഡി രുചി, ചെവി, തൊണ്ട ചലനം എന്നിവ അനുവദിക്കുന്നു, കൂടാതെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളും ചെയ്യുന്നു. Cranial nerve 9. The glossopharyngeal nerve allows taste, ear and throat movement, and has many more functions. തലയോട്ടി നാഡി 9. ഗ്ലോസോഫാരിഞ്ചിയൽ നാഡി രുചി, ചെവി, തൊണ്ട ചലനം എന്നിവ അനുവദിക്കുന്നു, കൂടാതെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളും ചെയ്യുന്നു. Cranial nerve 10. The vagus nerve. A allows sensation around the ear and the digestive system and controls motor activity in the heart, throat and digestive system. തലയോട്ടിയിലെ നാഡി 10. വാഗസ നാഡി ചെവിക്കും ദഹനവ്യവസ്ഥയ്ക്കും ചുറ്റുമുള്ള സംവേദനക്ഷമത അനുവദിക്കുകയും ഹൃദയം, തൊണ്ട, ദഹനവ്യവസ്ഥ എന്നിവയിലെ മോട്ടോർ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. Cranial nerve 11. The accessory nerve innervates specific muscles in the head, neck and shoulder. തലയോട്ടിയിലെ നാഡി 11. തല, കഴുത്ത്, തോൾ എന്നിവിടങ്ങളിലെ പ്രത്യേക പേശികളെ ആക്സസറി നാഡി നവീകരിക്കുന്നു. Cranial nerve 12. The hypoglossal nerve supplies motor activity to the tongue. തലയോട്ടി നാഡി 12. ഹൈപ്പോഗ്ലോസൽ നാഡി നാവിന് മോട്ടോർ പ്രവർത്തനം നൽകുന്നു. The first 2 nerves originate in the cerebrum, and the remaining 10 cranial nerves emerge from the brainstem, which has 3 parts: the midbrain, the pons and the medulla. ആദ്യത്തെ 2 നാഡികൾ സെറിബ്രത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശേഷിക്കുന്ന 10 തലയോട്ടി നാഡികൾ ബ്രെയിൻസ്റ്റമിൽ നിന്ന് പുറപ്പെടുന്നു. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്: മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുള്ള. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. തയ്യാറാക്കിയത് അലക്സാണ്ടർ M. V. പത്തനംതിട്ട.